അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി കേരള വിഷൻ ന്യൂസ് ഒരുക്കിയ സ്ത്രീലോകം വനിതാ നേതൃത്വ കോൺക്ലേവ് ആൻഡ് അവാർഡ് 2025 ശ്രദ്ധേയമായി. കേരളത്തിന്റെ വികസനത്തിൽ വനിതാ സംരംഭകരുടെ പങ്കാളിത്തം കൂട്ടുന്നതിന് വേണ്ടിയുള്ള നിരവധി ചർച്ചകളും മാർഗനിർദ്ദേശങ്ങളും കോൺക്ലേവിൽ മുന്നോട്ട് വെച്ചു. ഒരു ദിവസം നീണ്ടുനിന്ന പരിപാടിയിൽ രാഷ്ട്രീയ, സാമൂഹിക, വ്യവസായ, സാംസ്കാരിക മേഖലയിലെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. പരിപാടികളുടെ ഭാഗമായി വിവിധ മേഖലകളിലെ വ്യക്തിമുദ്ര പതിപ്പിച്ച 7 വനിതകൾക്ക് സ്ത്രീലോകം എക്സലൻസ് അവാർഡുകൾ നൽകി ആദരിച്ചു. വനിതാ നേതൃത്വത്തെ ആഘോഷിക്കുന്നതിനും ഭാവിയിലെ മാറ്റത്തിന് പ്രചോദനം നൽകുന്നതിനുമായി സംഘടിപ്പിച്ച വനിതാ നേതൃത്വ കോൺക്ലേവ് സമൂഹത്തിൽ കാതലായ സ്വാധീനം ചെലുത്തിയ സ്ത്രീകൾക്കുള്ള അംഗീകാരത്തിന് കൂടി വേദിയായി. പരിപാടി വ്യവസായ മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ചെറുതും വലുതുമായ നിരവധി വ്യവസായ സംരംഭങ്ങൾ ഉയർന്നു വരുന്നുണ്ടെന്നും പുതിയ വ്യവസായ സംരംഭങ്ങളിൽ വനിതകളാണ് മുന്നിലെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീകൾക്ക് പറ്റുന്ന ഏറ്റവും മികച്ച പ്രൊഫഷൻ എന്നുള്ളത് ഓൺട്രപ്രനർഷിപ്പാണെന്നാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്. നമ്മുടെ പുതിയ സംരംഭങ്ങളിൽ ഇപ്പോൾ 3,40,000 പുതിയ സംരംഭങ്ങൾ വന്നതിൽ ഏകദേശം 31% വുമൺ ഓൺട്രപ്രനേഴ്സാണ്. വിഭിന്നമായ കഴിവുകളുള്ള വനിതകൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന മേഖല കൂടിയാണ് ബിസിനസ് എന്നും കേരളത്തിന്റെ കുടുംബശ്രീ ലോകത്തിന് തന്നെ മാതൃകയാണെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ ഹൈബി ഈഡൻ പറഞ്ഞു. ലോകത്തിന് വലിയ മാതൃകയായിട്ടുള്ള ഒരു പ്രോജക്റ്റാണ് നമ്മുടെ കുടുംബശ്രീ എന്ന് പറയുന്നത്. കുടുംബശ്രീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബിഗസ്റ്റ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ, ഇൻ മേ ബി ഈവൻ ഇൻ ഏഷ്യ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബശ്രീയുടെ ഒരു പൈതൃകമുള്ള, ചരിത്രമുള്ള, പശ്ചാത്തലമുള്ള ഒരു സംസ്ഥാനത്ത് കുടുംബശ്രീ എന്ന ആശയത്തിൽ ഒതുങ്ങുന്ന സംരംഭത്വം മാത്രമല്ല, മറിച്ച് വൈഡ് റേഞ്ച് ഓഫ് ഏതെല്ലാം മേഖലകളിലേക്ക് സ്ത്രീകൾക്ക് എത്തിച്ചേരാൻ സാധിക്കും, ആ മേഖലകളെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞ ഈ 10 വർഷത്തിനിടയ്ക്ക് സാധിച്ചു എന്നുള്ളതൊരു വലിയ ഒരു ട്രാൻസിഷനാണ്. ഒരു ദിവസം നീണ്ടുനിന്ന കോൺക്ലേവിന്റെ ഭാഗമായി വിവിധ വിഷയങ്ങളിൽ വിപുലമായ ചർച്ചകൾ നടന്നു. സ്ത്രീ സംരംഭകത്വവുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങളെക്കുറിച്ചുള്ള ആദ്യ സെഷനിൽ ചാനൽ അയാം ഫൗണ്ടർ നിഷ കൃഷ്ണൻ മോഡറേറ്ററായി. റെസിടെക് ഇലക്ട്രിക്കൽസ് എം ഡി ലേഖ ബാലചന്ദ്രൻ, സൺറൈസ് ഹോസ്പിറ്റൽസ് എം ഡി പർവീൻ ഹഫീഷ്, പ്രൊഫൈൽ ബിസിനസ് സൊല്യൂഷൻ കോ ഫൗണ്ടർ ഡോക്ടർ നെസ്റിൻ മിഥിലാജ്, MOD ഡിസൈനർ ജ്വല്ലറി സ്ഥാപക ആശാ സെബാസ്റ്റ്യൻ മട്ടത്തിൽ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് രാഷ്ട്രീയത്തിൽ വനിതാ പങ്കാളിത്തം എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ നൊസ്റ്റാൾജിയ മാഗസിൻ മാനേജിംഗ് എഡിറ്റർ ഗീതാ ഭക്ഷി മോഡറേറ്ററായി. വിവിധ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള വനിതകളായ ലതിക സുഭാഷ്, അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, ചിന്ത ജെറോം, CV സജിനി എന്നിവർ അനുഭവങ്ങൾ പങ്കുവച്ചു. സ്ത്രീകളുടെ മാനസികാരോഗ്യം ഗുണകരമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെ എന്ന വിഷയത്തിൽ ഡോക്ടർ നെസ്റിൻ മിഥിലാജ് പ്രഭാഷണം നടത്തി. വുമൺ ഇൻ എന്റർടൈൻമെന്റ് എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റ്, ഫിലിം മേക്കർ ആൻഡ് കണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ് അഞ്ജന ജോർജ് മോഡറേറ്ററായി. അഞ്ജലി നായർ, രഞ്ജിനി, ജോളി ചിറയത്ത്, സന്ധ്യ മനോജ് എന്നിവർ സംസാരിച്ചു. കുടുംബശ്രീ കേരളത്തിന്റെ മുഖശ്രീ എന്ന വിഷയത്തിൽ കുടുംബശ്രീ മിഷൻ സംസ്ഥാന പ്രോഗ്രാം മാനേജർ നിഷാദ് CC പ്രഭാഷണം നടത്തി. ശേഷം ദി ഫ്യൂച്ചർ ഓഫ് എന്റർപ്രണർഷിപ്പ് എന്ന വിഷയത്തിൽ സ്കയർ സയൻസ് ഫൗണ്ടർ ആൻഡ് CEO ഡോക്ടർ ജിക്കു ജോസ് പ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന പ്ലീനറി സെക്ഷനിൽ അവതാരകയും ചലച്ചിത്ര താരവുമായ അശ്വതി ശ്രീകാന്ത് പ്രഭാഷണം നടത്തി. വരും തലമുറയിലെ വനിതാ പ്രാതിനിധ്യം എന്ന വിഷയത്തിൽ നടന്ന ചർച്ചയിൽ ഇൻഫിനിറ്റി ഹോസ്പിറ്റാലിറ്റി സർവീസസ് CEO ഡോക്ടർ നിർമ്മല ലിലി മോഡറേറ്ററായി. അൾട്രിസ്റ്റിക് ഫിനാൻഷ്യൽ സൊല്യൂഷൻ CEO സ്നേഹാജിസ് കൊട്ടുകപ്പള്ളി, ഗുണം ബ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ എലിസബത്ത് ഐസക്, SFS ഹോംസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ തേജസ്വി ലാവ, മഞ്ഞിലാസ് വുഡ് ടെക് അസോസിയേറ്റ് ഡയറക്ടർ അനി വിനോദ് മഞ്ഞില എന്നിവർ പങ്കെടുത്തു. സമാപന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തെ നയിക്കാൻ കഴിവുള്ളവരായി ഇന്ന് സ്ത്രീകൾ മാറിയെന്നും സ്ത്രീകളെ മാറ്റി നിർത്തിയുള്ള ഒരു വികസനവും സാധ്യമാകില്ലെന്നും മന്ത്രി പറഞ്ഞു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് അത് കേരളത്തിൽ മുഴങ്ങി എന്നുള്ളതും നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളാകെ സ്ത്രീ വിമോചനത്തിൻ്റെ പാതയിൽ തങ്ങളുടേതായിട്ടുള്ള സംഭാവനകൾ നൽകി എന്നുള്ളതുമാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ വൻപിച്ച ഉയർന്ന സാക്ഷരതയ്ക്കും വിദ്യാഭ്യാസ പങ്കാളിത്തത്തിനുമൊക്കെ കാരണമായത്. സ്ത്രീയും പുരുഷനും തുല്യരാണെന്നും കേരളം സ്ത്രീ സമത്വം നടപ്പിലാക്കിയ സംസ്ഥാനമാണെന്നും ആശംസാ പ്രസംഗം നടത്തിയ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. ഭാവാത്മകമായ, ഭാവനാസുന്ദരമായ ഓരോ സൃഷ്ടികളെയും ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന അവരുടെ സാന്നിധ്യം, സ്ത്രീകളുടെ സാന്നിധ്യം നമ്മുടെ വർത്തമാനകാലത്തിൻ്റെ ജീവിതത്തിലെ അവിഭാജ്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ, പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായി തുല്യമായ അവകാശങ്ങളും അധികാരങ്ങളുള്ളവരാണ്. തുടർന്ന് വിദ്യാഭ്യാസം, സാമൂഹിക വികസനം, മനുഷ്യാവകാശം, ഊർജ്ജരംഗം, ടൂറിസം, ഫാഷൻ, ലോജിസ്റ്റിക്സ് എന്നീ കാറ്റഗറികളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 7 വനിതകളെയാണ് മന്ത്രി ആർ ബിന്ദുവും കടന്നപ്പള്ളി രാമചന്ദ്രനും ചേർന്ന് ആദരിച്ചത്.
സമൂഹ വികസനത്തിനായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക് എഴുത്തുകാരിയും നിസ സംഘടനയുടെ പ്രസിഡന്റുമായ VP സുഹറ പുരസ്കാരത്തിന് അർഹയായി. മാനുഷിക രംഗത്ത് തന്റെ ട്രസ്റ്റിനൊപ്പം നടത്തിയ പ്രവർത്തനങ്ങൾക്ക് MS സുനിൽ ഫൗണ്ടേഷൻ സ്ഥാപകയായ ഡോക്ടർ MS സുനിലും ലീഡർഷിപ്പ് എക്സലൻസ് അവാർഡ് നേടി. വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് ഹൊറിസോൺ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സ്മിജായസും ഫാഷൻ രംഗത്ത് തന്റേതായ അടയാളം പതിപ്പിച്ച DFAB സ്ഥാപകയും MDയുമായ പ്രിയ വർമ്മയും ലീഡർഷിപ്പ് എക്സലൻസ് അവാർഡ് ഏറ്റുവാങ്ങി. ഊർജ്ജ രംഗത്തെ സംഭാവനകൾക്ക് ഡോക്ടർ ഐശ്വര്യ ജയകുമാർ, ടൂറിസം രംഗത്ത് റിഫ്ത ഗ്രൂപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ തസ്നീമ ഷെരീഫ് എന്നിവരും, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് സ്റ്റഡീസിൽ നവ്ലോക് അക്കാദമി ഡയറക്ടർ അപർണ സനേഷ് ശർമ്മയും അവാർഡിന് അർഹരായി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.